ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ തൊട്ട് മുമ്പായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലാത്തവരൊന്ന് കണ്ടിരുന്നാൽ മതി. നമ്മൾ ഇതിനകത്ത് ഈ വീഡിയോയിൽ ആര്യന്റെ കുറച്ച് ഫൗൾ പ്ലേസിനെ പറ്റിയാണ് സംസാരിക്കുന്നത് കൂടുതൽ. ടിക്കറ്റ് ടു ഫിനാലയിലെ സെക്കൻഡ് ലാസ്റ്റ് ടാസ്ക്, ഈ ഒരു ടാസ്ക് മുതൽ തൊട്ട് മുമ്പത്തെ ടാസ്കിനകത്തൊക്കെയാണ് ആര്യന്റെ ഈ ഒരു റോങ് പ്ലേ നല്ല രീതിയിൽ വിസിബിൾ ആയി വന്നത്. അത് ബിഗ് ബോസ് തന്നെ ഇടപെട്ടിട്ട് ആര്യനെ കൊണ്ട് വീണ്ടും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇവൻ ജയിച്ച ഗെയിമിനകത്തെല്ലാം ഇവന് ഒരു എക്സ്ട്രാ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആര്യൻ എഫേർട്ട് ഇട്ടിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആര്യന് കുറച്ച് ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെല്ലാം ഞാൻ ഇതിനകത്ത് കാണിക്കും, ഓരോ ഗെയിംസിന് എടുത്ത് കാണിക്കാം. ഫസ്റ്റ് ഗെയിം തൊട്ട് അതിന് ശേഷമുള്ള ഗെയിമിനകത്ത് കിട്ടിയ സംഭവങ്ങൾ ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലയിലെ ഇന്നത്തെ ടാസ്ക് നോക്കാം. സെക്കൻഡ് ലാസ്റ്റ് ടാസ്ക് ആണ്. ടാസ്ക് വളരെ സിമ്പിൾ അല്ല, കുറച്ച് പാടാണ്, എന്നാലും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയ ടാസ്ക് ആണ്. ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ഇവരുടെ കയ്യിൽ കുറച്ച് വുഡൻ ബ്ലോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിന്റെ അറ്റത്ത് ചെറിയൊരു വലയുണ്ട്. ടേബിളിന്റെ മറു സൈഡിൽ പോയിട്ട് ഈ വുഡൻ ബ്ലോക്സ് നിരക്കി ആ ഒരു വലയിൽ ഇടുക ആദ്യം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം ഇവരുടെ കയ്യിൽ ഒരു സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലാറ്റ് സ്റ്റിക്കാണ്. ഈ സ്റ്റിക്കിന്റെ അറ്റത്തായിട്ട് ഈ വുഡൻ ബ്ലോക്സ് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി വെക്കുക. എന്നിട്ട് അവിടെ ഒരു സീസോ ഉണ്ട്. ഈ സീസോയുടെ മുകളിൽ കൂടെ കയറി ബാലൻസ് ചെയ്ത് ഇപ്പുറത്ത് വന്ന് അവിടെ പെഡസ്റ്റലിന്റെ മുകളിൽ ഒരു ബക്കറ്റ് ഇരിപ്പുണ്ട്, അതിനകത്ത് കൊണ്ടുപോയി ഇടുക. ഇതാണ് ടാസ്ക്. സോ ആദ്യം നെവിനാണ് വരുന്നത്. നെവിൻ അത്യാവശ്യമല്ല, നല്ലപോലെ തന്നെ ആ ഒരു ടാസ്ക് ചെയ്യും. 1 മിനിറ്റ് 59 സെക്കൻഡ് ആണ് നെവിൻ എടുക്കുന്നത്. നെക്സ്റ്റ് അനീഷ് ആണ് വരുന്നത്. അനീഷ് നെവിനേക്കാളും ഒരു 3 സെക്കൻഡ് കൂടിപ്പോയി, 2 മിനിറ്റ് 2 സെക്കൻഡ്. നെക്സ്റ്റ് അനു വരും. അനു കുറച്ച് കഷ്ടപ്പെടും, 3 മിനിറ്റ് 38 സെക്കൻഡ്. അത് കഴിഞ്ഞിട്ട് 100 മിനിറ്റ് 26 സെക്കൻഡ് തൂക്കും. ടാസ്ക് അങ്ങ് തൂക്കി. 1 മിനിറ്റ് 26 സെക്കൻഡ് പുള്ളിക്കാരത്തി എടുത്തോളൂ. അത് കഴിഞ്ഞിട്ട് ആദിൽ വരും, 2 മിനിറ്റ് 39 സെക്കൻഡ്. അക്ബർ 2 മിനിറ്റ് 15 സെക്കൻഡ്. നെക്സ്റ്റ് സാബു വന്നിട്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. സാബുവിന്റെ കയ്യിൽ നിന്ന് പലതവണയായിട്ട് ആ ഒരു സീസോ കീറുന്ന സമയത്ത് ഈ കയ്യിൽ നിന്ന് ബാലൻസ് പോയിട്ട് മറ്റേ ഈ സാധനം ഉണ്ടല്ലോ, ഈ സ്റ്റിക്കിനകത്ത് ഈ അടുക്കി വെച്ചേക്കുന്ന വുഡൻ ബ്ലോക്സ് താഴെ വീഴുന്നുണ്ട്. ഇത് ഒരു കൈ കൊണ്ട് മാത്രമേ പിടിക്കാൻ പറ്റത്തുള്ളൂ, 2 കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല. സാബു വന്നതിന് ശേഷം ഏറ്റവും അവസാനമാണ് ആര്യൻ വരുന്നത്. എല്ലാവരും കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് ആര്യൻ വരുന്നത്. ഓരോരുത്തരും പ്ലേ ചെയ്യുന്ന പൊസിഷൻ അവര് കുറിയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ആര്യൻ വന്നിട്ട് കളിക്കുന്ന കളി നമുക്കൊന്ന് കാണാം. ആദ്യം ആ നിരക്കി ഇടുക എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം ഇവൻ ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള ആ വുഡൻ ബ്ലോക്ക് ആ സ്റ്റിക്കിന്റെ മുകളിൽ അടുക്കുകയാണ്. അടുക്കി വെച്ചിട്ട് അവൻ അടുക്കി വെച്ചേക്കുന്നത് നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും, ആ സ്റ്റിക്കിന്റെ എൻഡിലല്ല അടുക്കി വെച്ചേക്കുന്നത്. ബിഗ് ബോസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സ്റ്റിക്കിന്റെ എൻഡിലാണ് ഈ ഒരു സാധനം അടുക്കി വെക്കേണ്ടത്. ഇത് അവിടെയുള്ള എല്ലാവരും ചൂണ്ടിക്കാണിക്കും. ഭയങ്കര ബഹളമൊക്കെ അവിടെ കിടന്ന് നെവിൻ അടക്കം അക്ബർ അടക്കം എല്ലാവരും അത് പറ്റത്തില്ല, ഫൗളാണ് എന്നും പറഞ്ഞിട്ട് അവിടെ കിടന്ന് ബഹളം വെക്കും. അത് കഴിഞ്ഞിട്ട് ഇവൻ ഇത് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 2 കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല. അവർ 2 കൈ കൊണ്ട് പിടിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു പൊസിഷൻ നോക്കൂ. ആ 2 കൈ കൊണ്ട് ആ സ്റ്റിക്കിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എടുത്തതിന് ശേഷം ആ ബ്ലോക്ക് 2 കൈ കൊണ്ട് പിടിക്കുന്നുണ്ട്. കണ്ടില്ലേ, 2 കൈ കൊണ്ടാണ് പിടിക്കുന്നത്. അവിടെ എല്ലാവരും കടന്ന് ഭയങ്കരമായിട്ട് ബഹളം വെക്കും. ഇത് ഫൗളാണെന്ന് ബഹളം വെക്കും. ഇവരുടെ ബഹളം കേട്ടിട്ടാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് അനൗൺസ് ചെയ്യും, ആര്യൻ ഒന്നുകൂടെ കളിക്കണം. മേ ബി ബഹളം വെച്ചില്ലായിരുന്നെങ്കിൽ ബിഗ് ബോസ് കണ്ണടച്ച് വിട്ടേനെ, ഉറപ്പായിട്ടും കണ്ണടച്ച് വിട്ടേനെ. അങ്ങനെ ആര്യന്റെ സമയം അവിടെ പോകുന്നുണ്ട്. ഇവരവിടെ ബഹളം വെച്ചതിന്റെ പേര് മാത്രമാണ്. അവിടെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ലിറ്ററലി എല്ലാവരും ബഹളം വെക്കും, ആര്യന്റെ ഫൗൾ പ്ലേ ആണ്. അങ്ങനെ പിന്നെയും വന്ന് കളിക്കാൻ പറയുന്നു. പിന്നെയും വന്ന് കളിക്കാൻ നേരത്തും ഇവൻ കളിക്കുന്ന കുറച്ച് ഫൗൾ കളികളുണ്ട്. ഇതിപ്പോ ഇങ്ങനെ പൊക്കുന്നതിന്റെ ഇടയ്ക്ക് നോക്കിക്കോണേ, കൈ നോക്കിക്കോണേ, ഈ കൈ വെച്ച് മറ്റേ സാധനത്തിനെ ഹോൾഡ് ചെയ്തിട്ടാണ് അവൻ തിരിയുന്നത്. കണ്ടില്ലേ, മറിഞ്ഞു വിചാരിക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, തിരിഞ്ഞിട്ട് അത് അടുക്കി വെക്കുന്നുണ്ട്, നേരെയാക്കി വെക്കുന്നുണ്ട്. അത് ഫൗളാണ്, തൊടാൻ പാടില്ല. അപ്പോഴും ബാക്കിയുള്ള ആളുകൾ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് ഒന്നും പറയില്ല. അങ്ങനെ അവൻ അത് കൊണ്ടിട്ട് ആ ഒരു ടാസ്ക് ഫിനിഷ് ആക്കും. ആ ഒരു ടാസ്കിനകത്ത് 100 ഫസ്റ്റ് വരുന്നത്, സെക്കൻഡ് നെവിനാണ് വരുന്നത്, തേർഡ് അനീഷ് വരും, 4th അക്ബർ, 5th ആണ് ആര്യൻ വരുന്നത്. 5th പൊസിഷനാണ് ആര്യൻ വരുന്നത്, 4 പോയിന്റ്. ആര്യൻ 2 മിനിറ്റ് 36 സെക്കൻഡ് കൊണ്ടാണ് അത് ഫിനിഷ് ചെയ്യുന്നത്. അക്ബർ 2 മിനിറ്റ് 15 സെക്കൻഡ്, അനീഷും നെവിനും ഒക്കെ അതിന് മുമ്പ് തന്നെ ഫിനിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ 5ാം സ്ഥാനത്തേക്കാണ് ആര്യൻ പോകുന്നത്. അതും ഇവര് കിടന്ന് ബഹളം വെച്ചതിന്റെ പേരിലാണ്. ഇനി മുമ്പുള്ള ടാസ്ക് നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റ് ടാസ്ക് ആണ്, ഈ മറ്റേ പിടിച്ചു നിൽക്കുന്ന ടാസ്ക്. ഇതിനകത്ത് അനീഷ് വന്നിട്ട് ഈ ആര്യന് വെള്ളം കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, സൈഡ് നോക്കിയാൽ പറഞ്ഞ് മനസ്സിലാവും, കൃത്യമായിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അനുമോള്, നൂറ, സാബു അവർ 3 പേരും അതിനകത്ത് പിടിച്ചു നിൽക്കുകയാണ്. അനീഷ് അനുമോൾക്ക് വെള്ളം കൊടുക്കാൻ വരുന്ന സമയത്ത് ബിഗ് ബോസ് വെള്ളം കൊടുക്കാൻ പാടില്ല. ആര്യന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ബിഗ് ബോസ് പറയുന്നത് വെള്ളം കൊടുക്കാൻ പാടില്ല. അപ്പം അനീഷ് പിന്നെയും പറയും, ബിഗ് ബോസെ ഈ ആര്യൻ ഓൾറെഡി അത് കൊടുത്ത്, ഇനി ബാക്കിയുള്ളവർ കൂടെ കൊടുക്കട്ടെ. അത്രയും കുഴഞ്ഞിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടാണ്
പൊസിഷനിലാണ് എല്ലാവരും നിൽക്കുന്നത്. ആര്യൻ അവിടെ നിന്നിട്ട് ഒരു അഡ്വാൻറ്റേജ് കിട്ടും. ആ ഒരു അഡ്വാൻറ്റേജ് എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടെ കിട്ടിക്കോട്ടെ. പക്ഷെ ബിഗ് ബോസ് വിലക്കും അനീഷിന്റെ അടുത്ത് പറയും, അനീഷിന്റെ പണി നോക്കിയാൽ മതി, ആർക്കും വെള്ളം കൊടുക്കാൻ പറ്റില്ല എന്ന് 2-3 തവണ തറപ്പിച്ച് പറയും. അങ്ങനെയാണ് അനീഷ് അവിടെ നിന്ന് പോകുന്നത്. ആ ഒരു ഗെയിമിനകത്ത് ആര്യന് ക്ലിയർ ആയിട്ട് ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 6 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രഷ്യസ് ആണ്. സോ ആ ഒരു വെള്ളം കിട്ടുന്നത് ക്ലിയർ അഡ്വാൻറ്റേജ് തന്നെയാണ്. അങ്ങനെ ഈ ഒരു ഗെയിമിനകത്ത് മഴ പെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും മൈക്ക് ഊരി മാറ്റി വെക്കുന്നുണ്ട്. മഴ മാറിയതിനു ശേഷം മൈക്ക് ഇടാൻ വേണ്ടിയിട്ട് അനുമോള് വരുന്നുണ്ട് രാത്രിയിൽ. ആ സമയത്ത് നൂറ, സാബു, ആര്യൻ ഇവർ 3 പേരാണ് നിൽക്കുന്നത്. സാബുവിന്റെ അടുത്ത് ചെന്നതിന് ശേഷമാണ് സാബു കൈ എടുത്തിട്ട് മൈക്ക് ഇടുന്നത്. ഇവർക്കൊരു കുറച്ചൊരു സെക്കൻഡ്സ് മാത്രം കൈ അതിനകത്തൊന്ന് വിടാൻ വേണ്ടിയിട്ട് കിട്ടിയുള്ളൂ. ആ പിടിച്ചതിൽ നിന്ന് വിടാൻ വേണ്ടി കിട്ടിയിട്ടുള്ളൂ. നൂറയുടെയും സെയിം കണ്ടീഷൻ. എന്നാൽ ആര്യന്റെ അടുത്തോട്ട് വരുന്ന സമയത്ത് അനുമോള് താഴെ നിൽക്കുകയാണ്. ആ ഒരു സ്റ്റാൻഡിന്റെ മുകളിലോട്ട് കയറിയിട്ട് മാത്രമാണ് ഈ ഒരു മൈക്ക് ഇടുന്നത്. അനുമോള് താഴെ നിൽക്കുമ്പോൾ തന്നെ ആര്യൻ കൈ അങ്ങ് വിടുന്നുണ്ട്. അത് അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ബിഗ് ബോസ് അവിടെ പ്രത്യേകിച്ച് ഡിസിഷൻ ഒന്നും എടുക്കുന്നില്ല. അങ്ങനെ ആര്യൻ അതിനകത്ത് നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ 1-2 ഫൗൾ ഗെയിംസ് ഇവൻ കളിച്ചിട്ടുണ്ട്. പിന്നെ കാല് ചെറുതായിട്ട് പൊക്കുന്നുണ്ട് താഴെ നിന്ന്. സോ ഫസ്റ്റ് ഗെയിമിനകത്ത് ഇവൻ ജയിച്ചെങ്കിലും ഇതുപോലുള്ള ചെറിയ മിസ്റ്റേക്സ്, ചെറുതെന്ന് പറയാൻ പറ്റത്തില്ല, ഇതുപോലുള്ള മിസ്റ്റേക്സും അഡ്വാൻറ്റേജസും കിട്ടിയിട്ടുണ്ട് ആര്യന്. സ്റ്റിൽ ഞാൻ പറയുന്നു, ആര്യൻ അവിടെ എഫേർട്ട് ഇട്ടിട്ടില്ല എന്നല്ല പറയുന്നത്. ചെറിയ മിസ്റ്റേക്സ് ആണെങ്കിലും അത് പുറത്താക്കാൻ പറ്റുന്ന മിസ്റ്റേക്സ് ആണ്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ. ഇതിനുശേഷം ഈ ഒരു ടാസ്ക്, മറ്റേ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ടാസ്ക്, ഈ ഒരു ടാസ്ക് നോക്കിക്കഴിഞ്ഞാൽ ആര്യൻ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ഫിഗറിനകത്ത് കാണുന്നത്. ആര്യൻ പയ്യെ ഈ ബോൾ ഇടുന്നതിന്റെ കൂട്ടത്തിൽ ഈ സാധനം, ഈ പൊടി ഉണ്ടല്ലോ, പൊടിയും താപ്പോട്ട് ഇടുന്നുണ്ട്. അവന്റെ കൈ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കൈ വെളുത്തിരിക്കുന്നുണ്ടോ, ആ മസിൽസിന്റെ ബൈസിപ്സിന്റെ ഭാഗമൊക്കെ വെളുത്തിരിക്കുന്നുണ്ടോ, ആ പൊടി താപ്പോട്ട് വീഴുന്നതാണ്. കണ്ട, ഈ ബോൾ ഇടുന്നതിന്റെ കൂട്ടത്തിൽ താപ്പോട്ട് പൊടിയും വീഴുന്നുണ്ട്. വീഴുന്നുണ്ടാ. ഇതാണ് ഈ രീതിയിലാണ് അവൻ ആ ഒരു ഗെയിം കളിച്ചത്. കണ്ടില്ലേ, ഇത് ഫൗളാണ്, ഇത് പക്കാ ഫൗളാണ്. അങ്ങനെ ഇടാൻ പറ്റത്തില്ല. അവൻ വെയിറ്റ് കുറയ്ക്കുമല്ലേ അതിൻ്റെത്. അവിടെയും ആര്യന് ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ഗെയിം അവസാനിക്കുന്ന സമയത്ത് നൂറ കൈ എടുക്കുന്ന സമയത്ത്, കൈ വിടുമ്പോൾ ആ ബോക്സിനകത്ത് തുടക്കത്തിൽ എത്ര പൊടിയാണോ ഇട്ടിരുന്നത് ആ പൊടി മൊത്തം താഴെ വീഴുന്നുണ്ട്. എന്നാൽ ആര്യൻ ജയിച്ചതിന് ശേഷം കൈ എടുക്കുമ്പോൾ അധികം പൊടിയൊന്നും ഇല്ല അവന്റെ അത് താപ്പോട്ട് വീഴാൻ. ആ ബോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിടികിട്ടിയോ? അപ്പൊ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ആര്യൻ അവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻജുറൻസ് ടാസ്കിനകത്ത് സാബു ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അവൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കാൻ അവനെ കൊണ്ട് പറ്റും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേ കയർ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന ടാസ്കിനകത്ത് അവൻ നല്ലോണം നിന്നാണ്. ക്യാപ്റ്റൻസി ടാസ്ക്, ഇങ്ങനെ കയർ പിടിച്ചോണ്ടിരിക്കുന്ന ടാസ്കിനകത്ത് അവൻ നല്ല രീതിയിൽ പിടിച്ചോണ്ട് നിന്നതാണ്. അതുപോലെ തന്നെ മറ്റേ കുരിശ് പോലെ സാധനത്തെ അത് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നതിനകത്ത് അതിനകത്തും സാബു നിന്നതാണ്. അപ്പൊ പിന്നെ അവന് ഇങ്ങനെ നിൽക്കാനും പറ്റും. പക്ഷെ സാബു അവിടെ വിട്ടുകൊടുത്തിട്ട് അവൻ ഇറങ്ങുന്നുണ്ടായിരുന്നു. 4-ാമത് കണ്ട് സാബു അവിടുന്ന് അത് പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അതിന്റെ ഒരു റീസൺ സാബു പറയുന്നുണ്ട്. സാബു ഈ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ആദ്യം പോയി പറയുന്നുണ്ട്, എനിക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. സാബു ഇങ്ങനെ ഉപ്പൂറ്റി പൊക്കി ടോഭാഗം കുത്തിയിട്ടാണ് ഇതിങ്ങനെ പിടിച്ചോണ്ടിരുന്നത്. കൈ കംപ്ലീറ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിരുന്നത്. ആര്യന്റെ കൈ നോക്കുകയാണെങ്കിൽ ഈ ഒരു പൊസിഷനാണ്. ഈ ഒരു എൽബോയ്ക്ക് ഒരു ബെൻഡ് ഉണ്ട്, ചെറിയൊരു റിലാക്സ് ആയിട്ട് നിൽക്കുകയാണ്. സാബുവിന് അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് ക്ലിയർ ആയിട്ട് സാബു പോയിട്ട് ആദിലെടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ഞാൻ അതിന്റെ ഒരു വിഷ്വൽസ് കൂടെ കാണിക്കാം. സാബു നിൽക്കുന്ന നിപ്പ് നോക്ക്. സാബു നിൽക്കുന്നത് ഇങ്ങനെയാണ്. അവന്റെ കാല് താഴെ കംപ്ലീറ്റ് ആയിട്ട് കുത്തിയിട്ടില്ല. അവൻ ടോ ഭാഗം ഉപയോഗിച്ചിട്ടാണ് മേപ്പോട്ട് പിടിച്ചോണ്ടിരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് പുള്ളി അവിടെ നിന്നത്. അപ്പൊ അവിടെ ഒരു സ്ട്രോങ് പ്ലെയർ, എൻജുറൻസ് ടാസ്കിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രോങ് പ്ലെയർ അങ്ങനത്തെ അവരുടെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്ക് കാരണം പുറത്താവുകയാണ്. അതും അഡ്വാൻറ്റേജ് ആണ്. നൂറയ്ക്കും ആര്യനും അഡ്വാൻറ്റേജ് ആണ് അത്. അതുകൊണ്ടാണ് രണ്ടുപേരും ഫസ്റ്റും സെക്കൻഡ് പൊസിഷനിൽ വന്നത്. ഒരു പോയിന്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഡിഫറൻസ് ആണ്. അതുപോലെ തന്നെ ഇന്നലത്തെ മീൻ മുള്ള് ടാസ്ക്, മറ്റേ മുള്ള് കുത്തി വെക്കുന്ന ടാസ്ക് ഉണ്ടല്ലോ, അതിനകത്ത് ആളുകൾ ഇടപെട്ടപ്പോഴാണ് ബിഗ് ബോസ് ഇടപെടുന്നത്. ഒന്ന്, ആര്യൻ ആ കൊളുത്ത് വെച്ച് പ്രോപ്പർ ആയിട്ട് കൊളുത്തിയിട്ടില്ല. കാല് വെച്ച് ചവിട്ടിയിട്ടാണ് ആ കൊളുത്തിടാൻ ശ്രമിക്കുന്നത്. അത് കണ്ടസ്റ്റൻസ് നോട്ടീസ് ചെയ്യുന്നുണ്ട്. അഗൈൻ റിപ്പീറ്റഡ് ആയിട്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. രണ്ടാമത് ടാസ്കിനകത്ത് പറയുന്നുണ്ട്, ടാസ്ക് ലെറ്ററിൽ പറയുന്നുണ്ട്, ഒരു കൈ മാത്രം ഉപയോഗിച്ചിട്ടാണ് ആ ഒരു പൗച്ച് തുറക്കേണ്ടത്. ഇവൻ അത് കടിച്ച് തുറക്കുന്നുണ്ട്. കടിച്ച് തുറന്നിട്ട് ഈ സാധനം എല്ലാം താഴെ ഇടുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ബിഗ് ബോസ് അതിനകത്ത് ഇടപെടുന്നുണ്ട്. അതും ഇടപെടുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കി എല്ലാവരും അവിടെ കിടന്ന് ബഹളം വെക്കാണ്. അതിന്റെ പേരിലാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് ഇടപെടുന്നത്. അതിനുശേഷമാണ് ആദ്യം പറയുന്നത് ആ സാധനങ്ങളെല്ലാം പിറക്കി ആ ഒരു പൗച്ചിനകത്ത് ഇട്ട് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ബിഗ് ബോസിനകത്ത് 2 ടാസ്കിൽ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പൊ ഇന്നത്തെ ഈ ഒരു ടാസ്ക്, മറ്റേ സീസോടെ മേളിൽ കൂടെ ബാലൻസ് ചെയ്ത് പോകുന്ന ടാസ്കിനകത്തും ബിഗ് ബോസ് ഇടപെട്ടു. അതുപോലെ തന്നെ ആ ഒരു മീമൂള് ടാസ്കിനകത്ത് ഇടപെട്ടു. ഈ 2 ടാസ്കിനകത്തും ഇവൻ ഫ്ലോപ്പ് ആയി പോയി. സോ ആദ്യം മുതലേ ആര്യന്റെ ഫൗൾ പ്ലേസ് പ്രോപ്പറായിട്ട് ചൂണ്ടിക്കാട്ടാൻ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആര്യൻ ടിക്കറ്റ് ടു ഫിനാലയിൽ സെക്കൻഡ് വരില്ലായിരുന്നു. എന്താണെങ്കിലും 100 തൂക്കിയത്. അത് തൂക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റലിജന്റ് ആയിട്ട് കളിക്കുന്ന ഒരു ടാസ്ക് കൊടുത്ത് ആ ഒരു ടാസ്ക് ആര്യന് സെക്കൻഡ് ലാസ്റ്റ് ആയിപ്പോയി. മറ്റേ ടിക്കറ്റ് ടു ഫിനാലെ എന്നുള്ള ആ ഒരു പസിൽ അടുക്കി വെക്കുന്നത് അത് 100 പെട്ടെന്ന് ചെയ്തു. 14 സെക്കൻഡ് കൊണ്ട് 14 മിനിറ്റ് കൊണ്ട് 100 കംപ്ലീറ്റ് ചെയ്തു. ആര്യൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 32 മിനിറ്റ് എടുത്തു. അങ്ങനെ ആ ഒരു ടാസ്കിനകത്ത് 100 ഫസ്റ്റും ആര്യൻ സെക്കൻഡ് ലാസ്റ്റ് 8ാമത്തെ പൊസിഷൻ ആയി. അങ്ങനെ
ഒരു 7 പോയിന്റ് ഡിഫറൻസ് ആര്യനും നൂറയും തമ്മിൽ വന്നു ആ ഒരു ഒറ്റ ടാസ്കിനകത്ത്. അല്ലെങ്കിൽ ആര്യൻ നൂറെ കടത്തി വെട്ടിയിട്ട് ആര്യൻ മുകളിൽ കയറി പോയാന്. കാര്യം ആര്യൻ എനിക്ക് തോന്നുന്നു മൂന്നോ നാലോ ടാസ്ക് കണ്ട് അവൻ ഫസ്റ്റ് വന്നു, വിജയിച്ചു. നൂറെ 2 ടാസ്ക് കണ്ടാണ് ഫസ്റ്റ് വന്നത്. ബാക്കി എല്ലാത്തിനകത്തും എന്താ പറയാ കൺസിസ്റ്റന്റ് ആയിട്ട് സെക്കൻഡും തേർഡും ഒക്കെ ആയിട്ട് കളിച്ച് ജയിച്ചത്. നൂറയുടെ ഒരു ക്വാളിറ്റി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടാസ്കും കൺസിസ്റ്റന്റ് ആയിട്ട് കളിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് നൂറയ്ക്ക് പോയിന്റ് കയറിയത്. നൂറ ഫസ്റ്റിന് വേണ്ടിയിട്ടല്ല നിന്നത്. അപ്പോൾ ആര്യൻ ഈ ഒരു കാര്യം എടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. ആര്യൻ ജയിക്കുവാണെങ്കിൽ എടുത്ത് പറയാൻ വേണ്ടി വെച്ചിരുന്ന കാര്യങ്ങളാണിത്. അൺഫോർച്ചുനേറ്റ്ലി ആര്യൻ ജയിച്ചില്ല. സന്തോഷം, നല്ല കാര്യം, നൂറയാണ് ജയിച്ചത്. ഇതിന്റെ ഇടയ്ക്കൂടെ നമ്മുടെ പാട്ടാ ഗേൾസിന്റെ ഒരു കോൺവെർസേഷൻ ഉണ്ട്. അതിൽ ചോദിക്കുകയാണ്, നെവിനോട് നീ അല്ലാതെ ആരെങ്കിലും ചോദിക്കോടി, നിനക്ക് നാണമുണ്ടോന്ന്? അവനില്ല, നീ ഇവൻ എന്താ ഇങ്ങനെ ചോദിക്കാൻ നിൽക്കുന്നേ? സത്യമാണ്, അവൻ ഒരു ഉളുപ്പില്ലാത്തവനാണ് ഈ നെവിൻ. ഒരു നാണവും മാനവും ഇല്ലാത്തവനാണ്. ഇന്നലെ തന്നെ അത്രയും അടി ഉണ്ടാക്കിയ സമയത്ത് ഈ അനുമോളും ടീംസും എല്ലാം കൂടെ സെപ്പറേറ്റ് പോയി കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുവരെ ഒരു നാണവും ഇല്ലാതെ ഈ നെവിൻ എടുത്ത് കഴിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞേ, അവൻ ഒരു ഉളുപ്പ് നാണവും ഇല്ല. അതുവരെ പോയി ഞണ്ണി. എന്തെങ്കിലും ഒരു സെൽഫ് റെസ്പെക്ട് ഉള്ളവനാണെങ്കിൽ അങ്ങനെ ചെയ്യും. അത്രയും അടി ഉണ്ടാക്കി അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവര് സെപ്പറേറ്റ് മാറി കുക്ക് ചെയ്തിട്ട് അത് പോയി കഴിക്കാൻ നിൽക്കുവോ? ഇത് കേട്ട് നൂറ, ആര്യൻ, നെവിൻ എല്ലാരും കൂടെ ചെറിയൊരു ഷാനവാസിന്റെ പേര് പറഞ്ഞു ഒരു വഴക്ക് അവിടെ നടക്കുന്നുണ്ട്. നൂറ പറയുന്നത് നെവിൻ കാരണമാണ് ഷാനവാസ് പുറത്തു പോയത്. നെവിൻ കാരണമാണോ പുറത്തു പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെവിൻ കാരണമാണ് പുറത്തു പോയത്. പക്ഷെ അവിടെ ആ ഒരു വഴക്കുണ്ടായ സമയത്ത് ഷാനവാസിന്റെ ഭാഗത്ത് നിന്ന് നല്ല കോൺട്രിബ്യൂഷൻ ആ വഴക്കിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അത് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഷാനവാസ് ആണ് ആദ്യം തട്ടിപ്പറിക്കാൻ വേണ്ടി പോയത്. പക്ഷെ എന്നെ അവിടെ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്തത്, എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ അവിടെ അടി ഉണ്ടായതിനു ശേഷം അവിടെ വീണ് കിടക്കുകയാണ്. അപ്പോൾ ഈ പന്ന മക്കളുമാരെല്ലാം കൂടെ ഡ്രാമയാണെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയ കാട്ടായങ്ങൾ, അതാണ് എന്നെ അങ്ങോട്ട് പൊട്ടിച്ചത്. സീരിയസ്, എനിക്ക് ചൊറിഞ്ഞു വന്നത് അത് കണ്ടപ്പോഴാണ്. പല രീതിയിലുള്ള ഉന്തും തള്ളിലൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനു മുമ്പും ഷാനവാസ് ഇതുപോലെ കൊളാപ്സ് ആവാൻ പറ്റിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെ, കൊടി കുത്തുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ. ആ ടാസ്കിനകത്ത് ഷാനവാസിനെ ചവിട്ടി എറിയുന്നുണ്ട്, നെഞ്ചത്തോ എന്തോ ചവിട്ടിയിട്ട് ഷാനവാസ് തെറിച്ചു പോകുന്നുണ്ട്. സോ ആ സമയത്തൊക്കെ ഷാനവാസിന് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം പറ്റാം. പക്ഷെ അങ്ങനെ ഒരു സംഭവം പറ്റിപ്പോയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് ഒരു മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഇവരെല്ലാം കംപ്ലീറ്റ്ലി ഫെയിലിയർ ആയിരുന്നു. ഈ ഹൗസ് മേറ്റ്സ് എല്ലാവരും, അനീഷ് ഒഴികെ. എന്നിട്ട് ഇവന്മാരുടെ ഈ നെവിൻ, അക്ബർ, ഇവന്മാരുടെ ആ ഒരു ഡയലോഗ് അടി, അത് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല, അക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലയുടെ ഏറ്റവും അവസാനത്തെ ടാസ്ക്, ബിഗ് ബോസിന്റെ ക്ലാസിക് ടാസ്ക് വരുന്നത്. ഈ ടാസ്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ശോഭയുടെ മുഖമാണ് ഓർമ്മ വരുന്നത്. സീരിയസ്ലി, ശോഭ അന്ന് സീസൺ 5 ഇരുന്ന ഒരു ഇരുത്ത അതൊരു ഒന്നൊന്നൊരു ഇരുത്തയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ തുടക്കം തന്നെ ഫൗളാണ്. ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ തന്നെ ഒരു ഫൗളിൽ നിന്നാണ് ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തത്. ആ മൊമെന്റിൽ ബിഗ് ബോസ് അവിടെ ആ ഒരു ഗെയിം സ്റ്റോപ്പ് ചെയ്തിട്ട് ആദ്യം തൊട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണമായിരുന്നു. ഫൗൾ എന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബസറടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോഴാണ് ഇവർ ഓടിപ്പോയിട്ട് കാറിനകത്ത് ഇരിക്കേണ്ടത് എന്ന് ടാസ്കിനകത്ത് പറയുന്നുണ്ട്. ഇവർ ഓടി വന്നിരിക്കുന്നത് എപ്പിസോഡിനകത്ത് ആണെങ്കിൽ ഇങ്ങനെയാണ്, ഇതാണ് കാണിക്കുന്നത്. പക്ഷെ ലൈവിനകത്ത് ഇതായിരുന്നില്ല. ലൈവിന്റെ വിഷ്വൽസ് ഞാനൊന്ന് വെക്കാവേ. 3, 2, 1. 3, 2, 1 കൗണ്ട് പറഞ്ഞതിന് ശേഷം ബസർ അടിക്കും. ആ സമയത്ത് അക്ബർ മാത്രമാണ് ആ ലൈൻ നിൽക്കുന്നത്. ബാക്കി എല്ലാവരും ഓടി പുറത്തു വരുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഓടിയായിട്ടാണ് കാറിനകത്തോട്ട് കയറുന്നത്. അത് ഭയങ്കര ഫൗളാണ്. അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആദ്യം തുടങ്ങാൻ പറയണമായിരുന്നു. അതായിരുന്നു വേണ്ടിയിരുന്നത്. സോ എന്താണെങ്കിലും ടാസ്ക് തുടങ്ങി. 6:45 വൈകുന്നേരം 6:45 ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാറിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് അനീഷ്, നൂറ, ആര്യന്റെ തൊട്ടടുത്താണ് നൂറ ഇരിക്കുന്നത്. ഇത് ആദിലൊക്കെ അങ്ങോട്ട് സൂഹിക്കണില്ല. ആദിലയുടെ നോട്ടമൊക്കെ കാണണം. ഇത് കണ്ടോ, അതിൽ നോക്കുന്നുണ്ടോ? ഇത് സൂഹിക്കത്തില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലത്തെ രാത്രിയിലത്തെ കോൺവെർസേഷൻ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആര്യൻ നൂറയുടെ വയറ്റിലോട്ട് നോക്കിയെന്നും പറഞ്ഞിട്ട് അവിടെ ഒരു പ്രശ്നം, ഗുരുതര പ്രശ്നം നൂറയുടെ അതിലെ ഇടയിൽ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ എപ്പിസോഡ് കണ്ടതിന് ശേഷം രാത്രിയിൽ കുറെ ഇഷ്യൂസ് ഇവരുടെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇവർ തമ്മിൽ ഉടക്കുന്നു. അതിലെ ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന റൂമിൽ പോയിരുന്ന് കരയുന്നു. അതിനുശേഷം വന്നിട്ട് കെട്ടിപ്പിടിച്ച് നൂറയെടുത്ത് കിടക്കുന്നു. അങ്ങനെ കുറെ ഒരു ലവ് മൊമെന്റ്സ് ഇവരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരു സംഭവത്തിന് ശേഷം. കാര്യം അതില ഭയങ്കര ഹൊറിബിൾ ആയിട്ടാണ് ആ ഒരു കാര്യം നൂറ പറയുന്ന സമയത്ത് പ്രതികരിക്കുന്നത്. അപ്പൊ ഈ ഒരു സാധനം ആര്യൻ ഓൾറെഡി ഇങ്ങനൊരു കാര്യം നൂറയുടെ അടുത്ത് ചെയ്തിട്ടുണ്ടെന്ന് മൈൻഡിൽ കിടക്കുന്നുണ്ടായിരിക്കണം. ആദില ബാക്കിലാണ് ഇരിക്കുന്നതെങ്കിലും ആദിലയുടെ മൈൻഡ് മൊത്തം ഫ്രണ്ടിലാണ്. കാര്യം ആര്യന്റെ തോളിൽ ചാഞ്ഞിട്ടാണ് നൂറ ഇരിക്കുന്നത്. അതിന്റെ ഒരു കൺസേൺ ആ മുഖത്ത് കാണുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഈ അനീഷിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ആദില പുറത്ത് നിന്ന് ഡോർ ഇങ്ങനെ തുറന്നു കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നതിന്റെ കാര്യവും ഇത് തന്നെയാണ്. എന്നാലേ അനീഷ് പുറത്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ നൂറയ്ക്ക് അവിടെ ഫ്രീ ആയിട്ട്
ആ ഒരു സിംഗിൾ സീറ്റിൽ അവന്റെ തോളിൽ നിന്ന് മാറി ഇപ്പുറത്തൊന്നും ഇരിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു പൊസസീവ്നെസ് നോക്കണം അതിന്റെ ഇടയിൽ. ഡോർ ഇങ്ങനെ തുറന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ആര്യൻ അപ്പുറത്ത് നിന്നിട്ട് അനീഷിനെ ഇങ്ങനെ തള്ളി പുറത്തോട്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പൊ അനുമോളുടെ ഒരു ബഹളം കേൾക്കണം, നീ എന്തോടാ കാണിക്കുന്നത്, നീ ആരാണ്, എന്താടാ അനീഷേട്ടനെ. അനുമോളാണ് അതിന്റെ അപ്പുറം. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവർ തമ്മിൽ എന്തോ ഒരു കെമിസ്ട്രി ഉണ്ടേ ഈ ഒരു അനുമോൾ ആൻഡ് അനീഷിനകത്ത്. നമ്മളാരും അറിയാത്ത ഒരു കോംബോ ഉള്ളിൽ വർക്ക് ആവുന്നുണ്ട്. എന്തിനാണോ എന്തോ ഫൈനൽ വീക്കിലാണോ നമുക്ക് ഇതുപോലൊരു നല്ല സാധനം കിട്ടുന്നത്. രണ്ടുപേരും കൂടെ അയ്യോ ഫസ്റ്റും സെക്കൻഡും വന്നു കഴിഞ്ഞാൽ പൊള്ളിക്കും കേട്ടോ രണ്ടുപേരും കൂടെ. എന്റെ ഫസ്റ്റും സെക്കൻഡും അനുമോളും അനീഷുവാ, അത് വേറെ ഒരു കുഞ്ഞുങ്ങളും ഇല്ല. അനുമോൾ ആൻഡ് അനീഷ്. ലാലേട്ടന്റെ വലത്തെ കൈയിൽ അനുമോളും ഇടത്തെ കൈയിൽ അനീഷും. വലത്തെ കൈയിൽ ലാലേട്ടൻ പൊക്കും, അനുമോള് കപ്പടിക്കും, അനീഷ് വന്നിട്ട് അനുമോളെ കെട്ടിപ്പിടിക്കും, കൈകൊട്ടും, അനുമോള് കപ്പുമായിട്ട് വീട്ടിൽ പോകും, അനീഷിന് ചട്ട വൈവേ പറഞ്ഞ് വിടും. ഇതായിരിക്കും ഫൈനൽ നടക്കാൻ പോകുന്ന കാര്യം. ഇത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മുടെ ഒരു ഗുണവും ഇല്ലാത്ത നെവിനെ എല്ലാവരോടും ചോട്ടി പുറത്താക്കുന്നുണ്ട്. അക്ബറാണ് എടുത്ത് വെളിയിൽ കളയുന്നത്, പോടാന്ന് പറഞ്ഞിട്ട്. ഇവൻ പുറത്തു പോകാന്ന് പറഞ്ഞ് നൈസായിട്ട് ഇപ്പുറത്ത് വന്ന് ചാരി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. അക്ബർ തള്ളിയും കളഞ്ഞിട്ട് പോടാന്ന് പറയും, അത്രേ ഉള്ളൂ. ഇതേ സമയം ഈ ഔട്ടായ നെവിൻ അനുമോളുടെ സാധനങ്ങളൊക്കെ പോയി എടുക്കും, അനുമോളുടെ ആ ഒരു ഡ്രോവർ ചെയ്യുന്നു. അപ്പം അനുമോൾ വന്നിട്ട് പറയാണ്, ലാലേട്ടൻ വരുമ്പോൾ ഞാൻ കംപ്ലൈന്റ് കൊടുക്കൂടാ. നെവിൻ അന്നേരം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നീ കംപ്ലൈന്റ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ലാലേട്ടൻ വരുമ്പോൾ എനിക്ക് കിട്ടാനുള്ള എന്തായാലും കിട്ടും. നെവിൻ അന്നേരം നല്ല ബോധ്യമുണ്ട് ഈ ശനിയാഴ്ച അവന്റെ പെരുന്നാളാണെന്ന്. ഇതിന് മുമ്പ് ആരോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ, സാബു മോൻ എന്ന് പറയുന്നുണ്ട്, നീ പെരുന്നാളിന് അറക്കാൻ വെച്ചിരിക്കുന്ന ആടാണെന്ന് പറയുന്നുണ്ടായിരുന്നു. എടാ മോനെ നെവിനെ, നാളെയാണ് നിന്റെ പെരുന്നാള്, എനിക്കത് പറയാനുള്ളൂ. നാളെ എന്തരാണോ എന്തോലും കിട്ടുപടി. അത് ലാലേട്ടന് കുറെ ടീംസ് വന്നിട്ട് ലാലേട്ടനെ തെറി വിളിക്കുന്നുണ്ട്, ലാലേട്ടൻ വന്നിട്ട് ഇവരെ പാമ്പർ ചെയ്യുന്നു, ശരിയാണ്. പക്ഷെ നാളെ ലാലേട്ടൻ, എനിക്ക് തോന്നുന്നു, എന്റെ ഒരു വിശ്വാസം അനുസരിച്ചിട്ട്, പ്രൊമോ ഇതുവരെ ഞാൻ കണ്ടില്ല, ഇറങ്ങിയൊന്നും അറിയില്ല, നെവിനെ വലിച്ചു കീറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. വലിച്ചു കീറിയില്ലെങ്കിൽ എന്റെ പൊന്നെ ഈ ഷോയോടുള്ള വിശ്വാസം തീർന്ന് അത്രയ്ക്ക് അവൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവനെ കൊടുക്കണം, അവന് കൊടുത്തില്ലെങ്കിൽ വെറും വൃത്തിയായിട്ട പരിപാടി എന്ന് എനിക്ക് പറയാനുള്ളൂ, വെറും വൃത്തിയായിട്ട പരിപാടി എന്ന് പറയാനുള്ളൂ. ഇതിന്റെ ഇടയിൽ കൂടെ ആര്യൻ അനീഷിന്റെ കൈ തൊടുമ്പോ, ബിഗ് ബോസ് എന്റെ കൈമേൽ ആര്യൻ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു. എന്തുവാണ് അനീഷ് അതിനകത്ത് കിടന്ന് മുട്ടൻ കോമഡി ആയിരുന്നു. അനീഷ് അതിനകത്ത് കിടന്നിട്ട് ഹാവ് ആ കിളികളെ നോക്കൂ, അതിനെല്ലാവരും പറയുന്നു മിണ്ടാതിരി അനീഷ്, എനിക്ക് ഇങ്ങനെയൊക്കെ പറയണം, എനിക്ക് ഇങ്ങനെയൊക്കെ പറയണം, ആ കിളികൾ ചേക്കേറാൻ സമയമായി, രാവിലെ ആകുമ്പോൾ കിളികൾ പറന്നു പോകും, വൈകുന്നേരം ആകുമ്പോൾ നോക്കൂ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു അനീഷ് അതിനകത്ത് കിടന്ന് എന്തൊക്കെയാ അതിനകത്ത് കിടന്ന് പറഞ്ഞത് പുള്ളിക്ക് പോലും അറിയത്തില്ല. ഓരോന്ന് ഇങ്ങനെ കിടന്നങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവന് പിന്നെ ഈ ഒരു പരിപാടി അറിയത്തുള്ളൂ, ഒരു കസേര ഇട്ട് കാറിന്റെ അടുത്ത് വന്നിരുന്നിട്ട് മറ്റേ യോഗ ഇട്ട് നക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവന് വിശപ്പ് കൂടിയിട്ട് എങ്ങാണ്ടാവും പുറത്തോട്ട് ഇറങ്ങി പോയതാണ്. ബിഗ് ബോസ് ചെറിയൊരു മണ്ടത്തരം കാണിച്ച്. എന്റെ ഒരു സജഷൻ ആയിരുന്നു, ഇവരോട് ആരോടും ഈ പോയിന്റ്സ് പറയരുതായിരുന്നു. ഓരോ ടാസ്ക് കഴിയുമ്പോഴും ആരാണ് ജയിച്ചതെന്ന് പറയരുതായിരുന്നു. ഏറ്റവും ഫൈനലിൽ മാത്രമേ പോയിന്റ്സ് പറയാവുള്ളായിരുന്നു. ജനങ്ങളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇവർ ഇത്ര, നിങ്ങളിപ്പോ ബോക്സിനകത്ത് കാണിക്കുമല്ലോ ആരാ ജയിച്ചത്, അതുപോലെ ജനങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇവർ ഇത്ര ടൈമിനകത്ത് കളി ഫിനിഷ് ചെയ്തു, അവർ ഫസ്റ്റ് വന്നത് ഇവർ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷെ ഇവരെടുത്ത് പറയില്ലായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഈ ഒരു ടാസ്കിലോട്ട് വന്നപ്പോഴത്തേക്ക് ഓരോരുത്തർക്ക് മനസ്സിലായി ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാര്യം ഇതിനകത്ത് ഞാൻ ജയിച്ചാൽ പോലും ഞാൻ 100 കടത്തി വെട്ടി മുന്നോട്ട് പോകൂല. അന്നേരം ആ ഒരു സാധനം മനസ്സിലായി. അത് മനസ്സിലാകരുതായിരുന്നു. എല്ലാവരും അതിനകത്ത് ഇരിക്കണമായിരുന്നെങ്കിൽ നിങ്ങൾ ആ ഒരു പോയിന്റ് ഇവരടുത്ത് പറയാതിരിക്കണമായിരുന്നു. അത് അടുത്ത വട്ടമെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ ടാസ്ക് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ അത് സൂക്ഷിക്കണം. ഒന്നാലോചിച്ച് നോക്കൂ, 7 ടാസ്ക് കൊടുത്തു, 7 ടാസ്കിന്റെ പോയിന്റ്സ് പറയുന്നില്ല, അല്ലെങ്കിൽ ആദ്യത്തെ 3 ടാസ്കിന്റെ പോയിന്റ് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു 4 ടാസ്കിന്റെ പോയിന്റ് നിങ്ങൾ മറച്ചു വെക്കാന്ന് വിചാരിക്കുക. അതിനുശേഷം ഈ ഒരു ടാസ്ക് വരുമ്പോൾ ഇവർക്ക് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി എത്ര പോയിന്റ് കിട്ടിയാലാണ് എനിക്ക് ജയിക്കാൻ പറ്റുന്നതെന്ന് അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ എല്ലാവരും അതിനകത്ത് കടിച്ചു തുണി കിടക്കാൻ നോക്കും. അത് ഭയങ്കര ഒരു ടൈറ്റ് ഒരു കോമ്പറ്റീഷൻ ആയിട്ട് വരും. ഇവിടെ കൃത്യമായിട്ട് അതിനകത്തിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി ഇരിക്കുന്നത് വെറുതെയാണ്. കാര്യം ആദില ഏറ്റവും അവസാനത്തിൽ കിടക്കാണ്, സാബു ഏറ്റവും അവസാനത്തിൽ കിടക്കുകയാണ്, അനീഷ്, അനുമോൾ എല്ലാവരും അവസാനം കിടക്കുകയാണ്. ഇതിനകത്ത് ഇവര് ജയിച്ചാൽ പോലും ആ ഒരു ടിക്കറ്റ് ഫിനാലെ വിജയിക്കില്ലെന്നറിയാം. അപ്പൊ പിന്നെ വെറുതെ അതിനകത്തിരിക്കുന്നത് മണ്ടത്തരമാണ്, അങ്ങനെ ഇറങ്ങിപ്പോനെ അവർ നോക്കത്തുള്ളൂ. എന്നാൽ പോലും കുറെ ടീംസ് ഇങ്ങനെ ഒരു ബിഗ് ബോസ് ഒരു ടാസ്ക് തന്നെയല്ലേ, കുറച്ച് പെട്ടെന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഗെയിം സ്പിരിറ്റ് കാണിച്ച് അതിനകത്ത് ഇരുന്നിട്ടുണ്ട്. അത് വേറെ കാര്യം. ഇത് കഴിഞ്ഞ് ആര്യം നാണ്ട് ഇങ്ങനെ ചവിട്ടിയിട്ട് അനീഷിനെ പുറത്താക്കാൻ വേണ്ടി നോക്കുകയാണ്. അനീഷ് ആര്യൻ ചെയ്യരുതാര്യൻ എന്നും പറഞ്ഞിട്ട് ബഹളം വെക്കുന്നു. പുറകെ ഇരുന്ന് അനുമോള് എന്തോ ആര്യ, പ്രായത്തെ മാനിക്കാര്യ എന്നൊക്കെ പറഞ്ഞ് അനുമോൾ അവിടെ കിടന്ന് വേറെ ഡയലോഗ്. അനീഷിനെ തൊടുമ്പോ അനുമോൾക്കാണ് വേദനിക്കുന്നത് കേട്ടോ. എന്തിനാണ്
ഇവിടെയാണ് അനുമോൾക്ക് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. കാര്യം ഇതിനകത്ത് ഞാൻ പറഞ്ഞു വരാം, ഞാൻ അങ്ങോട്ട് എത്തുന്നുണ്ട്, അതിലോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ടാസ്കിനകത്ത് ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. ചവിട്ടി പുറത്താക്കലും, എന്താ പറയാ, പ്രൊവോക്ക് ചെയ്ത് പുറത്താക്കലും, ഭയങ്കര ഡയലോഗ് അടിച്ച് പുറത്താക്കലും ഒക്കെ ഈ ഒരു ടാസ്കിനകത്ത് ഉള്ളതാണ്. അതൊക്കെ ആ ഒരു ടാസ്കിന് ലാഘവത്തെ എടുക്കണം. അപ്പൊ അത്രയും കണ്ടസ്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല, ഇറങ്ങി പോകണം, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അതിനകത്ത് ആരും ചെയ്തതിനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല. അത് കറക്റ്റാണ്, കറക്റ്റ് ഗെയിമാണ്. അങ്ങനെ ഒരു 10:55 ആകുമ്പോഴത്തേക്ക് സാബു ഇറങ്ങി പോകുന്നുണ്ട്. സാബു ആണ് രണ്ടാമത് ഇറങ്ങി പോകുന്നത്. ആദ്യം നെവിൻ ഇറങ്ങുന്നു, പിന്നെ സാബു ഇറങ്ങും. സാബുവിനൊക്കെ മനസ്സിലായി ഇരുന്നിട്ട് കാര്യമില്ല, അവന് വിശക്കെന്നും പറഞ്ഞ് സാബു ഇറങ്ങി പോകുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ അനുമോള് ഒരു വൃത്തികെട്ട പരിപാടി. എന്തുവാടെ ഈ അനുമോള്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സാബു ഇറങ്ങി പോയതിനു ശേഷം അക്ബർ അങ്ങേറ്റത്തും അനുമോൾ ഇങ്ങേറ്റത്തുമാണ് ഇരിക്കുന്നത്. അനുമോളുടെ ഡോറ് തുറന്നിട്ട് അനുമോളെ തള്ളി പുറത്താക്കുക എന്നുള്ള രീതിയിൽ അക്ബർ വെറുതെ പറയുന്നതാണ്. അന്നേരം അനുമോൾ അടിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അക്ബറിന്റെ കൈ ഇങ്ങോട്ട് വന്നു ടച്ച് ചെയ്തു, എങ്ങാണ്ട് പോയി ടച്ച് ചെയ്തു എന്നും പറഞ്ഞൊരു നാണം കെട്ട പരിപാടി. ഈ തൊലിഞ്ഞ ഈ ഒരു സ്ട്രാറ്റജി ഒന്ന് നിർത്തിക്കൂടെ? ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? എന്തിനു വൃത്തികെട്ട ഈ കളി കളിക്കുന്ന ഞാൻ തിരുന്നിട്ട്? അത് ക്ലിയർ ആയിട്ട് ആ വിഷ്വൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവൻ ആ ഡോറിനകത്താണ് പുഷ് ചെയ്യുന്നത്. അതായത് വേറെ ഒരു ഇന്റൻഷനും ഇല്ല. അനുമോളുടെ ദേഹത്ത് എവിടെയും തട്ടിയിട്ടില്ല. അന്നേരം അനുമോള് വന്നിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇറങ്ങി പോണം. എന്തിനാണ് എന്റെ പൊന്നു ബിഗ് ബോസ് ഇതുപോലുള്ളതിനൊന്നും അങ്ങോട്ട് ഇടരുത്. ബിഗ് ബോസ് ഷോ ആണ്. പിന്നെ മൊത്തം നിങ്ങൾ ഈ വട്ടം നിങ്ങൾ അനുഭവിച്ചതിന്റെ കൂട്ട് അടുത്ത സീസണിലൊക്കെ കിടന്ന് അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ടീംസിനെയൊക്കെ പിടിച്ചോട്ട് തൊട്ട് കഴിഞ്ഞാൽ പീഡനത്തിന് പരാതി കൊടുക്കുന്ന ടീംസ് ആണ് എല്ലാം. അനുമോളെ പോലെ 5 എണ്ണം ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടെങ്കിൽ ആണുങ്ങളുടെ അവസ്ഥ എന്താണ്? നോക്കാൻ പറ്റത്തില്ല, തൊടാൻ പറ്റത്തില്ല. അയ്യേ, ഒരു ഗെയിം നിർത്തിക്ക് കൊടുക്കാൻ പറ്റൂ? ഈ ഒരു ടാസ്ക് തന്നെ നോക്ക്. ആണും പെണ്ണും ആ ചെറിയ കാരണത്ത് 9 പേര് കൺജസ്റ്റഡ് ആയിട്ട് ഇരുന്ന ഒരു ടാസ്ക് ആണ്. എങ്ങനെയൊക്കെ ഇരുന്നാലും ഒരുത്തന്റെ ശരീരം അല്ലെങ്കിൽ ഒരുത്തിയുടെ ശരീരം മറ്റാടെ ദേഹത്ത് തട്ടും. അതിനെ വരെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്ന അനുമോളെയൊക്കെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് മനസ്സിലാവുന്നത്? ഇത് തട്ടിയിട്ട് പോലും ഇല്ല. തട്ടാതെ കണ്ട് ഈ മാതിരി ഡയലോഗ് അടിക്കുക. തട്ടിയായിരുന്നെങ്കിൽ എന്തോ അതിന് ഡയലോഗ് അടിച്ചാണ്. അത് ഈ ആദ്യത്തെ വെട്ടമല്ല അനുമോള്. ഫസ്റ്റ് വീക്ക് തൊട്ട് തുടങ്ങിയതാണ് ഈ അനുമോളുടെ ഈ ഒരു നാറിയ വർത്തമാനം. എടുത്തു പറയാതിരിക്കാൻ വയ്യ. ഈ നാറിയ വർത്തമാനം ഡേ 1 തൊട്ട് തുടങ്ങിയതാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു 12:45 ആയപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്യും 6 hours നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട്. ഒരു 1:30 ആയപ്പോഴത്തേക്ക് ആദില ഇറങ്ങി പോകുന്നുണ്ട്. ആദിലേക്കും അറിയാം, അതിൽ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. എനിക്കൊന്ന് ആദില നൂറയ്ക്ക് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് അങ്ങാണ്ട് ഇരുന്നതാണ്. ഓക്കെ, ഇതിന് ശേഷം ഈ നൂറൊക്കെ ഇത്ര ചീപ്പായിരുന്നോ? ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ നൂറ മൊത്തം ഈ അനീഷിന്റെ മുകളിലോട്ട് ഇങ്ങനെ ചാഞ്ഞാട്ട് ഇരുന്നോണ്ടിരുന്നത്. അനീഷിന് അതിനകത്ത് ഒരു കുഴപ്പമില്ല, അനീഷ് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഈ നൂറ പറയുന്ന ഒരു കാര്യമുണ്ട്, അനീഷ് ഈ മുട്ട് വെച്ചിട്ട് നൂറയുടെ അടിവയറി കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലൊരു ടോക്ക്. അവിടെ അടിവയറ് വേദനിക്കുന്നു. ഇവരിയ്ക്കുന്ന ഇരുത്തം കണ്ടോ? അനീഷിന്റെ മുട്ട എവിടാണ്, അവിടെ അടിവയർ എവിടാണ്? എന്നിട്ട് ഇമാതിരി ചീപ്പ് ഗെയിമാണ് കളിക്കുന്നത്. വെറും ചീപ്പ് ഗെയിം. ഇന്നൊക്കെ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? വെറും നാറിയ കളി. ഇത് കഴിഞ്ഞിട്ട് ഒരു 3:15 ആകുമ്പോഴത്തേക്ക് നമ്മുടെ അനുമോള് ഇറങ്ങുന്നുണ്ട്. അനുമോൾ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ സമയം എന്താ? 1:25. ലൈവ് ഒന്ന് കാണണം. 3:15 എന്തുവാ നടക്കുന്നതെന്ന് ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് അറിയണമല്ലോ. അനീഷ് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, അവിടെ നിന്നോ ഞാൻ ദയ വരുന്നു. അനുമോൾ അങ്ങോട്ട് ഇറങ്ങിയതിന്റെ പുറയില് അനീഷും അതിനകത്ത് ഇറങ്ങും. അങ്ങനെ തന്നെ അനീഷും ഇറങ്ങുകയാണ്. ഗൈസ്, എന്താണ് ഇവിടെ നടക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണിത്? അനുമോൾ ഇറങ്ങുമ്പോ അനീഷ് ഇറങ്ങുന്നു. അത്രയും നേരം അവിടെ കടിച്ചു പിടിച്ച് ഭയങ്കര ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അനീഷും ജയിക്കത്തില്ലെന്ന് മനസ്സിലായിട്ടും അവിടെ നിന്ന് അനീഷ് ഇതാണ്. അനുമോൾ ഇറങ്ങിയപ്പോ അനീഷ് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നു. എന്തൊക്കെ അവിടെ മണക്കുന്നുണ്ട്. 3:15 അനുമോൾ ഇറങ്ങുന്നത്. പിന്നെ ഒരു 4:40 ആയപ്പോഴത്തേക്ക് അക്ബർ ഇറങ്ങുകയാണ്. ഇവര് 3 പേര് മാത്രമേ ഇതിനകത്ത് ബാക്കിയുള്ളൂ. അക്ബറും ആര്യനും നൂറയും മാത്രം ബാക്കിയുള്ളൂ. അക്ബറിന് ഓൾറെഡി മനസ്സിലായി, ഇനിയിപ്പോ ഫസ്റ്റ് അക്ബർ വന്നു കഴിഞ്ഞാൽ തന്നെ നൂറയ്ക്ക് 6 പോയിന്റ് കിട്ടുന്നുണ്ട്. ഒരിക്കലും നൂറയെ തോപ്പിക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് പുള്ളിക്ക് ഉറക്കം വന്ന് കാണും. അന്നേരം അക്ബർ ഒരു 4:40 ആകുമ്പോഴത്തേക്ക് അക്ബർ ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് ആര്യനും നൂറയും മാത്രമേ ഉള്ളൂ. സോ നൂറ ഇറങ്ങുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊട്ട് കാര്യമില്ല. ഫസ്റ്റ് ആര്യൻ, സെക്കൻഡ് നൂറ. 8 പോയിന്റ് 7 പോയിന്റ് വീതം കിട്ടും. അപ്പൊ അവിടെ ആര്യൻ ഇറങ്ങിയാലും നൂറ ഇറങ്ങിയാലും ക്യുമുലേറ്റീവ് പോയിന്റ് നോക്കുമ്പോഴത്തേക്ക് നൂറ ടിക്കറ്റ് ടു ഫിനാലെ വിജയിച്ചു. അപ്പൊ പിന്നെ അവിടെ കൂടുതൽ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇറങ്ങി പോവുക എന്നുള്ളതാണ്. അവിടെ പിന്നെ ഇരുന്ന് ഫസ്റ്റിന് വേണ്ടി പിന്നെ ഇരിക്കുകയാണെങ്കിൽ മറ്റേ നമ്മുടെ ഷോവേക്ക് ഇരുന്ന പോലെ ഇരുത്തിയിരിക്കുകയാണെങ്കിൽ മണ്ടത്തരമെന്നേ പറയാനുള്ളൂ. സോ ആര്യൻ ആ ഒരു ടാസ്ക് വിജയിക്കുകയാണ്. 100 സെക്കൻഡ് വരികയാണ്. ആര്യന് 8 പോയിന്റ്, നൂറയ്ക്ക് 7 പോയിന്റ്. പക്ഷെ ടോട്ടൽ പോയിന്റ് നോക്കുമ്പോൾ നൂറ ഈ ഒരു ടാസ്ക് തൂക്കിയിരിക്കുകയാണ്. പോയിന്റ് താണ്ട് ഇങ്ങനെയാണ് വരുന്നത്. നൂറയ്ക്ക് 56 പോയിന്റ്, ആര്യന് 51 പോയിന്റ്, അക്ബറിന് 45 പോയിന്റ്, നെവിന് 40 പോയിന്റ്, അനുമോൾക്ക് 34, അനീഷിന് 34. അനീഷിനും അനുമോൾക്കും 34 പോയിന്റ്. പിന്നെ സാബുമോൻ 27, ആദിലയ്ക്ക് 25, ഷാനവാസ് 13 പോയിന്റ്. ഇവിടെ ആര്യനും നൂറയും തമ്മിൽ ക്ലിയർ 4 പോയിന്റ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. ആ 4 പോയിന്റ് ഡിഫറൻസ് ആക്ച്വലി ആ ഒരു ടാസ്കിൽ നൂറയ്ക്ക് കിട്ടിയതാണ്.
ബുദ്ധിപരമായി ഒരു ടാസ്ക് കൊടുത്തു, ആര്യൻ പണിപാളി. ഒരു ടാസ്ക് കൊണ്ടാണ് ബുദ്ധിപരമായി കളിക്കാൻ കൊടുത്തത്. ആ ഒരു ടാസ്കിലാണ് 100 സ്കോർ ചെയ്ത് കയറിപ്പോയത്. ഞാൻ അതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറയുകയും ചെയ്തതാണ്, ബുദ്ധിപരമായിട്ട് ഒരു ടാസ്ക് കൊടുക്കുകയാണെങ്കിൽ ആര്യൻ പെടും. അത് കൃത്യമായിട്ട് ഇവിടെ പെട്ട്. അപ്പൊ എന്താണെങ്കിലും 100 ടിക്കറ്റ് ടു ഫിനാലെ തൂക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് അറിയേണ്ടത് 100ക്ക് ഇത് ഈ ടിക്കറ്റ് ടു ഫിനാലെ ഇത്രയും കഷ്ടപ്പെട്ട് നേടിയിട്ട് അതുകൊണ്ട് ഗുണം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. അത് അടുത്ത ആഴ്ച നമുക്ക് അറിയാൻ പറ്റും. സംശയമാണ് കിട്ടുമോ ഇല്ലയോ. ഞാൻ അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് എന്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ തുടക്കം തന്നെ പറയുന്നുണ്ട്. ഏതൊക്കെ സാധ്യതകൾ വന്നു കഴിഞ്ഞാൽ 100ക്ക് ടിക്കറ്റ് ടു ഫിനാലെ കിട്ടില്ല എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തൊട്ട് മുമ്പത്തെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലാത്തവർ കണ്ടിരുന്നാൽ മതി. സോ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരി, ടാറ്റ, ബൈ ബൈ.